Hey guys, welcome back to another video of Mallu Mädchen. അപ്പോൾ മല്ലു മേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നാളെ കുറച്ച് നാളിന് ശേഷം ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഞാനും എൻ്റെ റൂംമേറ്റും. കുറച്ച് നാളെന്ന് പറയാൻ കാരണം ഞാനൊരു 2 weeks ആയിട്ട് ചിക്കൻ ബോക്സ് ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു. ജോലിക്കൊന്നും പോകണ്ടായിരുന്നു, അതുകൊണ്ട് രസമുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് സോ ഹാർഡ്. ബട്ട് എൻ്റെ റൂംമേറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു എല്ലാം. അതുകൊണ്ട് കുറച്ച് നാളായി നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട്. ഇപ്പോൾ നമ്മൾ നാളെ ഡ്രെസ്ഡൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ 9:10 രാത്രി. ഇപ്പോൾ ഉറങ്ങിയാലേ രാവിലെ ഒരു 4:45 എണീക്കാനൊക്കെ പറ്റും. 5:45 നമുക്ക് 5:58 നമുക്ക് ബസ്. പക്ഷെ 5:45 ഇവിടെ നിന്ന് ഇറങ്ങി ഈ മഞ്ഞത്ത് ഈ തണുപ്പത്ത് നടന്നു പോയാലേ നമുക്ക് ബസ് കിട്ടൂ, ട്രെയിൻ കിട്ടൂ. സോ സ്റ്റേ ട്യൂൺഡ്. നമുക്ക് നാളെ ഡ്രെസ്ഡിനിൽ പോവാം. ഗൈസ്, നമ്മൾ ഡ്രെസ്ഡനിലേക്ക് പോവാണ്. എന്തൊരു ഇരുട്ടാണ് ഗൈസ് ഇവിടെ, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇതിപ്പോൾ കുറച്ചാളായിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് പോവാം. ഗൈസ്, സക്സസ്ഫുള്ളി നമ്മുടെ ട്രെയിൻ നമുക്ക് ടാറ്റ ഒന്ന് പോയി. ഇനി അടുത്ത മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബസ്സിൽ കയറുക. പക്ഷെ അത് ചുറ്റുള്ള പരിപാടിയാണ്, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗൈസ് ഇന്ന് ഫുള്ള് പരാജയത്തിൻ്റെ കഥകളാണ് ഗൈസ്. നമ്മൾ ബസ് നോക്കി ഇവിടുന്ന് 5 മിനിറ്റ് നടന്ന് ബസ് സ്റ്റോപ്പിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി. ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പം അടുത്ത കോമഡി. DVയിൽ നമ്മളെ കാണിച്ചു 6:10 വരുമെന്ന്. 6:19 വരത്തുള്ളൂ. നമ്മളറിഞ്ഞ് 6:19 എത്തിയാൽ നമ്മളുടെ കണക്ഷൻ മിസ്സാവും. അങ്ങനെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ 5 മിനിറ്റ് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇനി നമുക്ക് പ്ലെൻറ്റി ഓഫ് ടൈം ഉണ്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ. തുടക്കം തന്നെ. അതെന്താ കുണ്ടി കാണിച്ചതോ? ഇല്ല, ഔട്ട്ഫിറ്റൊക്കെ അങ്ങനെ കണ്ടിട്ടില്ലേ? കുണ്ടി കാണിക്കും, നമ്മളത് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. ഗൈസ്, നമ്മൾ നമ്മുടെ ഫസ്റ്റ് കണക്ഷൻ പ്ലേസിലെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് പോകണം. അടുത്ത ട്രെയിൻ നമുക്കടുത്തത് ഒരു 15 മിനിറ്റ് ടൈം എടുക്കും. തണുത്തിട്ട് വയ്യ, എൻ്റെ ഐഡിയ പോയി. അടുത്ത പണി കിട്ടി ഗൈസ്. നമ്മൾ നോക്കി വന്ന ട്രെയിൻ കണക്ഷൻ ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ ആയിരുന്നു. അത് കയറി കഴിഞ്ഞാൽ 120 യൂറോ അടിച്ച് കയ്യിലോട്ട് വരും. 120 അല്ല, ഒരു 100 യൂറോയിൽ മേലെ അടിച്ച് കയ്യിലോട്ട് വരും. അതുകൊണ്ട് അടുത്ത 8:30ക്കുള്ള ട്രെയിനിന് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പൈസ എക്സ്ട്രാ കൊടുക്കാതെ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഓൺലി ഫോർ റീജിയണൽ ബാങ്ക് എന്ന് വെച്ചാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ തരത്തില്ല. സോറി ഗൈസ്. തണുപ്പത്ത് കൈയൊക്കെ കോച്ചി പിടിക്കുന്നു. നമ്മളിവിടെ പറ്റിക്കാണ്. എൻ്റെ റൂംമേറ്റ് എൻ്റെ കൂടെ അനോണിമസ് ആണ് അവള്, അതുകൊണ്ട് ഞാൻ അവളെ കാണിക്കുന്നില്ല. നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകണം എന്നൊന്നും നമുക്കൊരു പ്ലാനിങ്ങും ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് കണ്ടിരിക്കുന്നു, അത് ഫ്രീ ആയിട്ടുള്ളത്. ഇത് നമ്മൾ നമ്മുടെ വാട്സപ്പിന് ആരംഭിക്കും. ഇവിടെ നമ്മൾ ഡ്രെസ്ഡിൻ്റെ ഒരു മിനിയേച്ചർ നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ട്രെയിനും പോകുന്ന റൂട്ടൊക്കെ കാണാൻ പറ്റും. നടന്ന് പോകണം ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. 37 മിനിറ്റ് നടക്കണം. പോകുന്ന വഴിക്ക് ഒരു അജ്ഞാതമായ ബിൽഡിങ് കണ്ടു.
ദിവസം മൊത്തം നമുക്ക് പണിയോട് പണിയാണ് ഗൈസ്. നമ്മളൊരു ഗാർഡനിലേക്ക് പോകാമെന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷെ പകുതി വരെ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ മനസ്സിലാക്കി ഗൂഗിളിനകത്ത് കാണിച്ചു കൊടുത്ത ഫോട്ടോ ആയിരിക്കത്തില്ല ഇപ്പം മഞ്ഞും മൂടി പൂവും കായും ഒന്നും കാണത്തില്ല. അങ്ങനെ നമ്മൾ ഒരു 15 മിനിറ്റ് പാർക്കിലേക്കുള്ള വഴി നമ്മൾ നടന്നു. ഈ മഞ്ഞിലൂടെ നീന്തി നടന്നു. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു തിരിച്ച് ദ്രസ്തൻ ഹൗഡ് ബാനോസിൻ്റെ അവിടെ പോയിട്ട് അവിടുത്തെ കടകളിലൊക്കെ കയറി നിറങ്ങിയിട്ട് വീട്ടിൽ പോകാൻ. ഞാൻ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് പോകുന്ന ഒരു റൂംമേറ്റ് ഞാൻ എനിക്ക് കിട്ടിയത്. ഞാൻ എന്ത് ചിന്തിക്കുന്നോ അവൾ അത് തന്നെ ചിന്തിക്കൂ. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ അവളും പോകത്തില്ല. ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ ഏത് നരകക്കുഴിയിലോട്ടാണേലും എൻ്റെ കൂടെ വരും. ചക്കിക്കൊത്ത ചങ്കരൻ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഗൈസ്. ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഓക്കെ, കറക്റ്റായിട്ടുള്ള കാര്യമാണ്. സോൾമേറ്റിനെ പോലും നമുക്കിത്ര കറക്റ്റായിട്ട് കിട്ടത്തില്ല. പക്ഷെ എനിക്കൊരു റൂംമേറ്റിനെ കറക്റ്റായിട്ട് കിട്ടി. ആ വിജനമായ ബിൽഡിങ്ങിൻ്റെ അതുവഴി നടക്കുന്നു ഗൈസ്. നാട്ടിലായിരുന്നേ കുറച്ച് പ്രേതക്കഥയൊക്കെ അടിച്ചു വിടായിരുന്നു. ഇവിടെ ഇപ്പം ഞാൻ ആരോട് പറയാനാ. നമ്മളിപ്പം ഗോയേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടു. നമ്മൾ അതിനകത്തോട്ട് കയറുവാണ്. നമ്മൾ ഏഷ്യൻസ് ആണ്. യു കാണ്ട് അവോയ്ഡ് എ സ്റ്റോറിന്. ബ്ലോഗ് ഒരുപാട് നീണ്ടു പോകുന്നത് കൊണ്ട് നമുക്ക് ഈ പാർട്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്തൊരു പാർട്ടിൽ എൻ്റെ അടുത്ത പരാജയങ്ങളും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. Cheers!